കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില ആലോചനകൾ ഇന്ന് രാത്രി ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവങ്ങളിൽ ശ്രമപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വെളിപ്പാട് വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുദ്ധമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. ഭൗതികമായ ചില വിടുതലുകളല്ല ഇന്ന് രാത്രി കേൾക്കാൻ പോകുന്നത്. അതോർത്ത് സ്തോത്രം ചെയ്യാമോ? സന്തോഷമുണ്ട്. ഭൗതികമായ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിശ്ചയമായും ദൈവം മറുപടി നമുക്ക് നൽകും. ഇന്ന് രാത്രി നാം കേൾക്കുന്നത് മറ്റു ചില ചിന്തകളാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളുടെ ബൈബിൾ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞല്ലോ. എലോഹിയായിരിക്കുന്ന ദൈവം, അഡോണായി ആയിരിക്കുന്ന യഹോവയായിരിക്കുന്ന ദൈവം, അവർ 3 ആളുകളാണ്. 3 വ്യക്തിത്വങ്ങൾ അടങ്ങിയ, 3 ദൈവത്തെ സ്വഭാവങ്ങൾ അടങ്ങിയ ഒരു ദൈവം എന്ന് നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ഇവിടെ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയും, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം ഇരിക്കുന്നത് ഒരു സിംഹാസനത്തിലാണ്, അല്ലെ? സിംഹാസനങ്ങളിലല്ല, പിതാവിനേക്കാൾ താഴ്ന്ന ഒരു സിംഹാസനത്തിലല്ല. ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനെ കുറിച്ച് സ്തെഫാനോസ് കാണുന്നത് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും ഒരേ സിംഹാസനം, ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ ഒരു ജീവജല നദി. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 2 കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. 1 ജീവജല നദി, 2 ജീവവൃക്ഷം. അത് എത്രത്തോളം ചിന്തിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ജീവജല നദിയെ കുറിച്ച് പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാം. ജീവജല നദി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് സ്വാഭാവികമായ ചിന്ത ഉണ്ടാകും. ജീവനുള്ള ഒരു നദി, അല്ലെ? ജീവനുള്ള ഒരു നദി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴും ഒക്കെ ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് പോലെ അക്ഷരികമായ കാര്യങ്ങളല്ല സ്വർഗത്തിൽ നടക്കുന്നത്. അത് ദർശനങ്ങളാണ്, അത് ചില സാദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ രൂപകങ്ങളാണ്. നമുക്കറിയാം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. സ്വർഗത്തിൽ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടുണ്ട്. ആരാത്? യേശു കർത്താവ്, അല്ലെ? പക്ഷെ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ അല്ല കാണാൻ കഴിയുന്നത്, യേശു കർത്താവിനെയാണ് കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ ഒരു കുഞ്ഞാടിനോട് ഉപമിച്ചിട്ട് അവൻ അറക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. അതുപോലെ ജീവജല നദി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റുന്ന ഒരു നദി ആയിരിക്കുകയില്ല. വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തെ കുറിച്ചാണ് നദി എന്നുള്ള, ജീവജല നദി എന്ന രീതിയിൽ ദൈവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് അവിടെ ചെന്ന് ചേരുമെന്ന് വിശ്വാസം വളർന്ന് കരം ഉയർത്തിയാൽ ചെന്ന് ചേരുമ്പോൾ അവിടെ ഒരു നദി ഒഴുകുന്നുണ്ടോ എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. പക്ഷെ വേദപണ്ഡിതന്മാർ പറയുന്നു, ജീവജല നദി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, ദൈവസാന്നിധ്യത്തെ കുറിച്ചാണ്. അതൊരു ആലങ്കാരികമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ശരീരം നമുക്കറിയാം, കർത്താവിന്റെ വരവോടുകൂടി രൂപാന്തരപ്പെടും, അല്ലെങ്കിൽ മരണശേഷം നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം ഉണ്ടായി നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടും. തേജസ്, ദൈവത്തിന്റെ തേജസ് പ്രാപിക്കും. നാം ഓരോ നിമിഷവും ദൈവത്തിന്റെ തേജസ്സിലേക്ക്, പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ ദൈവത്തിന്റെ തേജസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു വാക്യം കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടായിരുന്നു, കണ്ണാടി പോലെ, അല്ലെ? മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചുകൊണ്ട് നാം ആയിരിക്കുകയാണ് ഓരോ ദിവസവും. ആകണം, തേജസ് കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. പാപമോ രോഗമോ അസ്വസ്ഥതകളോ ഉള്ളിൽ കയറി തേജസ് കുറയുകയല്ല. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ, കർത്താവിനെ പോലെ ആകുവാൻ പടിപടിയായി ദിവസങ്ങളായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം ഒരിക്കൽ അവനുമായി രൂപാന്തരപ്പെടും. കണ്ടിരിക്കുന്നുള്ള സമയത്തിനുള്ളിൽ നാം രൂപാന്തരപ്പെടും എന്ന് വചനം പഠിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ശരീരം തേജസ്സുള്ള ശരീരമായി മാറും. ദൈവരാജ്യ ഭക്ഷണവും പാനീയമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പൊ അവിടെ സ്വർഗത്തിൽ ചെന്ന്, ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ഫുഡ് കഴിക്കാവുന്ന അത്രയേ ഫുഡ് കഴിച്ചോ, വെറൈറ്റി ഫുഡുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നത് മേടിച്ച് കഴിച്ചോ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്ത് പോകരുത്. നമ്മുടെ ശരീരം തേജസ്സുള്ള ശരീരമായി രൂപാന്തരപ്പെടും. അവിടെ കുളിക്കാനും കഴിക്കാനും ഒന്നും ചിലപ്പോൾ കിട്ടത്തില്ല. അവിടെ എന്തുകൊണ്ടാണ് പിന്നെ ജീവജല നദി? കുളിക്കാനാണോ? ഒരിക്കലും അല്ലല്ലേ. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുകയാണ്, കർത്താവിന്റെ ശരീരത്തിനോടൊപ്പം രൂപാന്തരപ്പെടുകയാണ്.
അപ്പൊ ഭക്ഷണത്തിന്റെ ആവശ്യം അവിടെ ഇല്ല, വെള്ളത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. അവിടെ പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അവിടെ ഭക്ഷണമില്ല, പാനീയമില്ല, പരിശുദ്ധാത്മാവുള്ള സന്തോഷം എന്ന് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും 47-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെഹെസ്കേൽ കാണുന്ന ദർശനം അവിടെ എഴുതിയിട്ടുണ്ട്. 47-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നു. അത് അക്ഷരികമായി പുറപ്പെടുന്ന വെള്ളമല്ല, ആലയത്തിന് പുറപ്പെടുന്ന വെള്ളമല്ല, അതൊരു ദർശനമാണ്. കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ദർശനമാണ്. ഇപ്പോൾ ദൈവത്തിന്റെ അഭിഷേകത്തെ സംസാരിച്ചുകൊണ്ട് പദം പറഞ്ഞു, മഴ, വൻമഴ പെയ്തു, വൻമഴ പെയ്തു, നദികൾ പൊങ്ങി. പാട്ടുണ്ടല്ലോ അല്ലേ? അത് വേറെ മഴയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ അല്ലേ? അഹാബിനോട് ഏലിയാവ് പറയുന്നത് മഴയുമായി, പരിശുദ്ധാത്മാവിന്റെ മഴയുമായി താരതമ്യപ്പെടുത്തി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു വലിയ വൻമഴ, അത് ഉണർവിനെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുന്നതാണ്. മഴയോട് ഉപമിച്ച് പരിശുദ്ധാത്മാവിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രാവിനോട് ഉപമിച്ച്, പ്രാവ് ആർക്ക് വേണ്ടി വെളിപ്പെട്ടതാ? യേശു കർത്താവിന് വേണ്ടി സ്നാനപ്പെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു, പ്രാവ് പോലെ വെളിപ്പെട്ടു. എണ്ണ പരിശുദ്ധാത്മാവിനോട് താരതമ്യപ്പെടുത്തുന്നത് എണ്ണ കൊണ്ടുള്ള അഭിഷേകം അല്ലേ? രാജാവായിരിക്കുന്ന ദാവീദിനെയും ശൗലിനെയും ഒക്കെ എണ്ണ ഒഴിച്ചാണ്, തൈലക്കൊമ്പിൽ എണ്ണ ഒഴിച്ചാണ് അഭിഷേകം ചെയ്തത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കാണിക്കുന്ന എണ്ണ, പ്രാവ്, നദി, തീയ് അല്ലേ? ഇതൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രതിപാദിക്കുന്നതാണ്. അതുപോലെ പ്രതിപാദിക്കുന്നതാണ് ജീവജല നദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മഴയെക്കുറിച്ച് അഭിഷേകത്തെ പ്രസംഗിച്ചു കഴിഞ്ഞു. മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. സന്തോഷമുണ്ടോ കേട്ടിട്ട്? പ്രൈസ് ദി ലോർഡ്. മഴയെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞു. മഴ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഹല്ലേലൂയ വെള്ളമാണ്, ജീവജല നദിയാണ്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിന്റെ പ്രവേശനത്തിൽ നിന്ന് മടക്കിക്കൊണ്ട് പോയപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു വെള്ളം കിഴക്കോട്ട് പുറപ്പെട്ടു. അവിടെയും വെള്ളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ജീവജല നദി, അത് പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കാണ്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വരുമ്പോൾ പ്രത്യേകമായി അത് ആസ്വദിക്കാൻ കഴിയും അല്ലേ? പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ചെല്ലണമായിരുന്നു. യഹോവയുടെ പെട്ടകം ഇരുന്ന സ്ഥലം അല്ലേ? സമാഗമന കൂടാരം, ശലോമോന്റെ ദേവാലയം. അവർ ആരാധിക്കേണ്ടതിന്, ദൈവമഹത്വം കാണേണ്ടതിന് സ്ഥലത്ത് ചെല്ലണമായിരുന്നു. പുതിയ സഭയെ സംബന്ധിച്ചിടത്തോളം സ്ഥലം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. ആരാധിക്കുന്നവൻ എവിടെ കൂടിയാലും അവന്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത് ആദ്യമായി വെളിപ്പെട്ടത് മർക്കോസിന്റെ മാളിക പറയില്ല, ഒരു സാധാരണക്കാരനായ ശിഷ്യന്റെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ വസിക്കുന്ന, കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ത്രിയേക ദൈവത്തിൽ ഒരുവനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു സാധാരണക്കാരന്റെ മർക്കോസിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ വാസ്തുകൽപ്പനകൾ കൊണ്ട് സൃഷ്ടിച്ച ഒരു ദേവാലയത്തിലല്ല, പിന്നെയോ ഹല്ലേലൂയ മർക്കോസിന്റെ ദേവാലയം, മർക്കോസിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. ആലയത്തിൽ നാം അവന്റെ ആലയങ്ങളാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നാം അവന്റെ മന്ദിരമാകുന്നു. നമ്മുടെ ശരീരം അവന്റെ മന്ദിരമാകുന്നു. പുതിയ നിയമത്തിലെ ആലയം, പുതിയ നിയമത്തിലെ ദൈവസ്ഥാനത്തിൽ വഹിക്കുന്ന സ്ഥലം നാം ആകുന്നു. നമ്മുടെ ശരീരമാകുന്നു നമ്മുടെ മന്ദിരം, മന്ദിരമാകുന്നു നമ്മുടെ ശരീരം. ഇനി എത്ര മന്ദിരങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്? നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെങ്കിൽ ഈ ആലയത്തിന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ആരാധിക്കുന്നതിനേക്കാൾ ഒരു മഹത്വം കാണത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന മന്ദിരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഹല്ലേലൂയ ആ ആത്മാന്തരീക്ഷം വലുതായിരിക്കും, ആ ജീവജല നദി വലുതായിരിക്കും. അതുകൊണ്ടാണ് യെഹെസ്കേൽ ആ ദർശനം കാണുന്നത്. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു ജീവജലത്തിന്റെ നദി പുറപ്പെടുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? അകത്ത് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കവിഞ്ഞൊഴുക്ക് ഈ ആലയത്തിനകത്തേക്ക് വ്യാപരിക്കുമ്പോൾ അത് ഇരുമ്പ് മൂർച്ച കൂട്ടുന്നത് പോലെ പരസ്പരം പരിശുദ്ധാത്മാവിൽ മൂർച്ച കൂട്ടുവാൻ അകത്ത് വ്യാപരിക്കുന്ന ജലത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകുമെന്ന്
വെളിപ്പെടുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അവിടെ നിങ്ങൾ കണ്ടോ, ഒരു ജീവജലത്തിന്റെ നദി. ആലയത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ ദർശനത്തിൽ ആലയത്തിൽ നിന്ന് ഒഴുകിയ നദി ഇപ്പോൾ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ഒഴുകുകയാണ്. വിശ്വസിക്കാമോ? കർത്താവിനെ ആശ്രയിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന നിന്റെ അകത്ത് നിന്ന് പരിശുദ്ധാത്മാവിന് ഒരു നദി പുറപ്പെടുവിക്കാനുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സങ്കീർത്തനങ്ങളിലേക്ക് വരാം. 36-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 36-ന്റെ 8-9. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി അവർ അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു നദി. വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നദി. മറ്റൊരു നദി ആനന്ദ നദി, അത് നമ്മെ തിരിച്ചു കുടിപ്പിക്കുന്ന നദി. ഉയരത്തിൽ നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അകത്ത് നിന്ന് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ആലയത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആലയത്തിൽ വരുമ്പോൾ കർത്താവിനെ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് നദി പുറപ്പെടും. കർത്താവ് തന്നെ ഒരു ആനന്ദ നദി നമ്മെ കുടിപ്പിക്കും. രണ്ട് നദികൾ ഇതിനകത്ത് ഒഴുകുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല. ഹല്ലേലൂയ. അത് ഒരു പുഷ്ടിയെ കൊണ്ടുവരുമെന്ന്. ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. പുഷ്ടി വന്നാൽ മുഖം ഒടിയും. പുഷ്ടി നിമിത്തം മുഖം ഒടിയുമെന്ന് ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വെളിപ്പെടുന്ന ആനന്ദ നദി, അകത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആനന്ദ നദി. ഈ 5 വർഷം പറയുമ്പോൾ, ഈ ഒരു സ്തോത്രം പറയുമ്പോൾ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആനന്ദ നദി. ആ ആനന്ദ നദി ഇതിനകത്ത് വ്യാപരിക്കുമോ? അതിവിടെ ഒഴുകട്ടെ. ആലയത്തിലൊരു പുഷ്ടി വെളിപ്പെടുകയാണ്. ആലയത്തിലൊരു പുഷ്ടി വെളിപ്പെടുകയാണ്. ഈ ലോകമായ
പറഞ്ഞിരിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. Praise the Lord. ഇന്ന് രാത്രി ജീവന്റെ ഉറവുള്ളവന്റെ അടുത്താണ് നീ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ഉറവ് അതിനെ തകർത്ത് മുന്നേറുന്നതാണ്. എത്ര പേർക്ക് രാത്രി വിശ്വസിക്കുന്നു ഇത് ജീവന്റെ ഉറവാണ്? മരണത്തിന്റെ ശക്തി മാറിപ്പോകും, രോഗത്തിന്റെ ശക്തി മാറിപ്പോകും, പാതാളത്തിന്റെ ശക്തി മാറിപ്പോകും. അവന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ട്. 47:9 യഹസ്കേൽ 47:9 ഈ നദിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതെവിടെങ്കിലും ചെന്ന് ചേരുന്നുണ്ടെങ്കിൽ ചലിക്കുന്ന സകല പ്രാണികളും, ചലിക്കാത്ത പ്രാണികളാ സാധാരണ ജീവിക്കേണ്ടത് അല്ലേ? ഹല്ലേലൂയ. പക്ഷെ ഈ നദി ലക്ഷ്യം വെക്കുന്നത് ചലിക്കുന്ന പ്രാണികളെ. നീ ഒന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ, നീ ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഈ നദി നിന്റെ അടുത്തേക്ക് ഓടി വരുമെന്ന്. Praise the Lord. Hallelujah. ശബ്ദിക്കാതെ മൗനമായി ഇരിക്കുന്ന ചത്തവന് വേണ്ടി അല്ല ഈ നദി വ്യാപരിക്കുന്നത്. Hallelujah. ഈ നദി ചെന്ന് ചേരുന്നതൊക്കെയും ആര് ചലിക്കുന്നോ അവിടെ ചലിക്കുന്ന പ്രാണികൾ, ഉലകളയുടെ സകല പ്രാണികളും ജീവിച്ച് എഴുന്നേൽക്കും. ഇന്ന് രാത്രി ചലിക്കാത്ത മണ്ഡലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ നദി ചലിക്കുന്ന പ്രാണികളെ ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും, പരിശുദ്ധാത്മാവിനെ കുറിച്ചായി പറയുന്നത്. ഹല്ലേലൂയ. ഇത് ചേരുന്നിടത്തൊക്കെ സകലവും പഥ്യമായി തീരും, പഥ്യമായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു തളിക കൊണ്ടിരുക, ഒരു തളിക കൊണ്ടിരുക, അതിൽ ഉപ്പിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, ദേശം ഗർഭനാശകമാണ്, പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ദേശമാണ് ദേശം, ഗർഭനാശകം. ഹല്ലേലൂയ. പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ്, എന്നാൽ പ്രൊഡക്ടിവിറ്റി ഇല്ല. ഹല്ലേലൂയ. പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത പട്ടണത്തെ നോക്കി നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാമെന്നല്ല ഹല്ലേലൂയ എലീശ പറഞ്ഞത്. ഹല്ലേലൂയ. തളിക കൊണ്ടുവാ, ഞാനിത് മാറ്റിത്തരാം, ഞാനിത് മാറ്റിത്തരാം. അതിലവൻ ഉപ്പിട്ടു. ഹല്ലേലൂയ. വെള്ളം പഥ്യമായി തീർന്നു. ഇന്ന് രാത്രി പഥ്യമായി തീരാത്ത അനുഭവങ്ങൾ, കൈപ്പുള്ള അനുഭവങ്ങൾ ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവിന്റെ നദിയോ അഭിഷേകത്തിന്റെ നദിയോ പഥ്യമായി തീരുക. ചിലത് പഥ്യമായി തീരട്ടെ, ചിലത് പഥ്യമായി തീരട്ടെ. നിനക്ക്
കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ നദീതീരത്ത് അക്കരയും ഇക്കരയും ഹല്ലേലൂയ സകലവിധ വൃക്ഷങ്ങളും വളരും. ഹല്ലേലൂയ. ഈ നദി ഒഴുകുന്നതിന്റെ അക്കരയാണ് ഇക്കരയാണ് നീ നിൽക്കുന്നെങ്കിൽ, ആ നദിയോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ നിന്റെ ഇല വാടത്തില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുകയാണ്? നിന്റെ ഇല വാടുകയില്ല. നിന്റെ ഇല വാടത്തില്ല. ഈ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്ന കാഴ്ചയാണ്. ഹല്ലേലൂയ. യെഹെസ്കേൽ കണ്ടുകൊണ്ടിരുന്നത് ഹല്ലേലൂയ ആ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവർ മാസം തോറും ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഓരോ മാസം കഴിയുമ്പോഴും നിന്റെ ആത്മീയ ജീവിതം താഴോട്ട് പോവുകയല്ല ചെയ്യുന്നത്, നിന്റെ പ്രാർത്ഥന കുറയുകയല്ല ചെയ്യുന്നത്, നിന്റെ ബൈബിൾ വായന കുറയുകയല്ല ചെയ്യുന്നത്. നീ മാസം തോറും ഫലം കായ്ക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചാണ്. ആത്മീയ ജീവിതത്തിൽ തന്നെ തള്ളിയിടുക, അഭിഷേകത്തിൽ തന്നെ തള്ളിയിടുക. നിനക്ക് കഴിയത്തില്ല. ഞാൻ മാസത്തോളം ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. നീ നദീതീരത്തിൽ നിൽക്കുന്നതുകൊണ്ട്, നീ ഉണർന്ന് വ്യാപരിക്കുന്നതുകൊണ്ട്. Praise God. അടുത്തത് എനിക്ക് ഏറ്റെടുക്കാനുള്ളത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഈ ഇല ചികിത്സയ്ക്ക് ഉതകുന്നതാണ്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തോട് വെല്ലുവിളിക്കുന്ന സകല രോഗശക്തികളെയും തകർക്കുന്ന ഒരു അഭിഷേകമാണിത്. വിശ്വസിച്ചെടുത്താണ്. ഏതെങ്കിലും മേഖലയിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുകയാണ്. Praise God. Praise God. ഹല്ലേലൂയ. എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികളെ ഒഴുകും. വെളിപ്പാട് പുസ്തകം 21:22 വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ മന്ദിരമൊന്നുമില്ല, മന്ദിരമൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല. യെഹെസ്കേൽ ദർശനത്തിൽ മന്ദിരമൊക്കെ കണ്ടു. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേക ജലമൊക്കെ യെഹെസ്കേൽ കണ്ടു. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകം പറയുക അവിടെ മന്ദിരമൊന്നും ഞാൻ കണ്ടില്ല. കാണുന്നത് എന്താണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാണ്. ഇനി വേറെ മന്ദിരമൊന്നുമില്ല. സ്വർഗത്തിൽ അവനാണ് മന്ദിരം. ഹല്ലേലൂയ. ഭൂമിയിൽ ശലോമോന്റെ ആലയം ഉണ്ടായിരുന്നു, യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നു, സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവനാണ് മന്ദിരം. താഴോട്ട് വായിച്ചേ, താഴോട്ട് വായിച്ചേ. ഇനി സൂര്യന്റെ ഒന്നും ആവശ്യമില്ല, ഇനി ചന്ദ്രന്റെ ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. ചെല്ലുന്ന സ്വർഗത്തില് ഇനി സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല. ദൈവ തേജസ്സാണ് നമ്മളെ വെട്ടം കൊടുക്കുന്നത്. ദൈവ തേജസ്സാണ് വിളക്കായിട്ടുള്ളത്. ഇന്ന് രാത്രി വിശ്വസിച്ചേറ്റെടുക്കാമോ? അങ്ങനെ ഒരു പട്ടണത്തിലേക്കാണ് പോകുന്നത്. ഒരു വായിപ്പോടെ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ച ആഗ്രഹിക്കുന്ന വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഈ നദിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പഴങ്കിനൊത്ത ഒരു കണ്ണാടി കടൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവജല നദിയെ കുറിച്ച് 21-ൽ സംസാരിക്കുമ്പോൾ വീണ്ടും ഹല്ലേലൂയ അതിനു മുമ്പായി 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത ഒരു കണ്ണാടി കടൽ. പളുങ്ക് വിശുദ്ധിയെ കാണിക്കുന്നതാണ്, വിശുദ്ധമായതാണ്. ഇന്ന് രാത്രി വിശുദ്ധ ജീവിതത്തിനായി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് നിന്നെ സഹായിക്കുന്ന ഒരു പളുങ്ക് നദിയാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം ചെയ്യാതെ നിന്നെ സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധനാലയത്തിൽ വന്ന് ആരാധിക്കുവാൻ എളുപ്പമാണ്, അന്യഭാഷ പറയുവാൻ എളുപ്പമാണ്, എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രയാസമാണ്.
നിനക്ക് വിശുദ്ധ ജീവിതം കൂടെ തരുന്ന നദിയാണ്. ഇന്ന് രാത്രി ആ പഴക്ക് നദിയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചേ. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. നിശ്ചയമായിട്ടും ഹല്ലേലൂയ ഈ വാക്യങ്ങൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ പാടുന്ന പാട്ടെന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നതാണ് അല്ലേ? ചലിക്കുന്ന പ്രാണികളെല്ലാം ഇന്ന് രാത്രി ഒന്ന് ജീവൻ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ചലിക്കാത്തതിന്റെ അടുത്ത പരിശുദ്ധാത്മ വരികയില്ല. വായ് ഉറക്കാത്തതിനെ ഹല്ലേലൂയ ദൈവം ശ്രദ്ധിക്കത്തില്ല. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക്, ഞാൻ അതിനെ നിറയ്ക്കാം. നിറയ്ക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ല, നിറയ്ക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ്. വാതുറക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനല്ല, വാതുറക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക. നീ വായുറന്നാ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവം. ഭാഷാവരങ്ങൾ കൊണ്ടും കൃപാവരങ്ങൾ കൊണ്ടും